നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, അത്ര വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. താനി സർവാണി സംയമ്യ യുക്തഃ ആസീത മത്പരഃ വശേഹി യസ്യ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. താനി സർവാണി സംയമ്യ യുക്തഃ മത്പരഃ ആസീത ഹി യസ്യ ഇന്ദ്രിയാണി വശേ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഇപ്രകാരം ഉപദേശിക്കുന്നു. സ്ഥിരപ്രജ്ഞനാകണമെങ്കിൽ ബാഹ്യേന്ദ്രിയ സംയമനം മാത്രം കൊണ്ട് സാധ്യമല്ല, മനസ്സംയമനവും ആ വ്യക്തിക്ക് വേണം. എങ്കിൽ മാത്രമേ സ്ഥിതപ്രജ്ഞൻ ആവുകയുള്ളൂ. തൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് യോഗനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് എന്നിൽ തന്നെ ഭക്തിയുടെ ഏകാഗ്രതയോടുകൂടി നിർത്തുന്നവനും ആയിരിക്കണം. ആർക്കാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ സ്വാധീനത്തിൽ വർത്തിക്കുവാൻ കഴിയുന്നത്? അവൻ്റെ ബുദ്ധി ഉറച്ചതാകുന്നു, അവൻ സ്ഥിരബുദ്ധിയാകുന്നു എന്ന് സാരം. നമസ്തേ.